വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഓൺലൈൻ എഡ്യൂക്കേഷൻ 2026 അഡ്മിഷന്റെ കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. സോ ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അഡ്മിഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എൻറ്റയർ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി ബ്രൗഷർ MCOMന്റെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് സബ്ജക്ട് ഡീറ്റെയിൽസ് മുഴുവൻ കാണാൻ സാധിക്കും. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിചാരിച്ചു ഓൺലൈൻ എഡ്യൂക്കേഷൻ ആകുമ്പോൾ അവർ സിലബസിൽ വല്ല മാറ്റം ഉണ്ടായിരിക്കുമോ. ഇതിനേക്കാൾ മുമ്പ് റെഗുലറിന്റെയും ഡിസ്റ്റൻസിന്റെയും സെയിം സിലബസ് ആയിരുന്നു. അപ്പോൾ അതേ സെയിം സിലബസ് തന്നെയാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. സിലബസിൽ ഒരു മാറ്റവും ഇല്ല. സോ റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടികളുടെയും ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെയും സെയിം സിലബസ് തന്നെ. ദെൻ അതുമാത്രമല്ല, രണ്ട് രീതിയിൽ പഠിച്ചാലും വാലിഡിറ്റി ഒക്കെ സെയിം ആണ്. UGC റെക്കഗ്നേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ MCOM കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ബെനഫിറ്റ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. മോർണിംഗിൽ ഇതിൻ്റെ ലിങ്ക് ആക്റ്റീവ് ആയിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലിങ്ക് ആക്റ്റീവ് ആവാൻ ചിലപ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. എന്നാലും അവർ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം കേട്ടോ. ഇതാണ് യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ. അതിൽ സബ്ജക്റ്റ്, സിലബസ്, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റെഗുലറിൻ്റെ സെയിം സിലബസ് ആണ് വരുന്നത്. ഓക്കെ, ഫീ ഡീറ്റെയിൽസ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ UGC എൻടൈറ്റിൽഡ് ഓൺലൈൻ പ്രോഗ്രാമാണ്. നോ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ അവിടെ റെക്കഗ്നീഷൻ ഉണ്ടെന്നുള്ളതാണ്. 2026 2027. ഇനി നമുക്ക് ഫീ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയുന്നുണ്ട്. ഡ്യൂറേഷൻ ഓഫ് ദി പ്രോഗ്രാം ഇംഗ്ലീഷ് ആണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ദെൻ സബ്ജക്ട് ഡീറ്റെയിൽസ്. ഇത് റെഗുലറിൻ്റെ സെയിം സിലബസ് ആണ്, സെയിം സബ്ജക്ട്സ് ആണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് സെമിസ്റ്ററിലെ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് പോളിസി വരുന്നു. കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്, QT, മാനേജ്മെന്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, സെയിം, ഒരു ചേഞ്ചും ഇല്ല. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് സെമിസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് 3 പ്രോബ്ലം പേപ്പേഴ്സ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേപ്പർ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് സയൻസ്, ഒരു മാറ്റവും ഇല്ല. ദെൻ പിന്നെ വരുന്നത് തേർഡ് സെമിസ്റ്ററിലോട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻകം ടാക്സ് പാർട്ട് 1, റിസർച്ച് മെത്തഡോളജി, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ ഫിനാൻസ് മാത്രമാണ് വരുന്നത് കേട്ടോ, സ്പെഷ്യലൈസേഷൻ മാർക്കറ്റിംഗ് ഇല്ല. ഫിനാൻസ് തന്നെയാണ് പഠിക്കേണ്ട, സ്കോപ്പ് കൂടുതൽ അതിനാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് സെമിസ്റ്റർ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, ഇൻകം ടാക്സ് പാർട്ട് 2, ഇന്റർനാഷണൽ ഫിനാൻസ്, അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇതാണ് 4 സെമിസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സ്, റെഗുലർ സ്റ്റുഡൻസിൻ്റെ അതേ പേപ്പേഴ്സ്. ഓക്കെ, പിന്നെ വൈവയ്ക്ക് പ്രൊജക്റ്റിന് പകരം അഡീഷണൽ പേപ്പർ ഉണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് ആദ്യം ഉണ്ടായിരുന്നു. അത് തന്നെ ഇവിടെ വരുന്നുണ്ട്. എമർജിങ് ബിസിനസ് ഇൻ ഇന്ത്യൻ ഇക്കോണമി, പിന്നെ വൈവ പ്രൊജക്റ്റിൻ്റെ വൈവ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ദെൻ ഫീ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇവിടെ വീണ്ടും അവർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫീ ഡീറ്റെയിൽസ് വരുന്നത്. ദെൻ എലിജിബിലിറ്റി അപ്ലൈ ചെയ്യുന്നവർക്ക് BCom ഓർ BBA വേണം കേട്ടോ. എനി ഡിഗ്രി ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. BCom അല്ലെങ്കിൽ BBA പഠിച്ചവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. മിനിമം 45% മാർക്സ് വേണം അപ്ലൈ ചെയ്യുന്നവർക്ക് കേട്ടോ. ഫീ കൺസെഷനും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ കമ്മ്യൂണിറ്റിയുടെ ബേസിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് കേട്ടോ. ഇപ്പോൾ ഫീ ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനേക്കാൾ കുറച്ചും കൂടി കൂടുതലാണ്. ബട്ട് ഞാൻ പറഞ്ഞു, UGC റെക്കഗ്നീഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ സെയിം സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്നവർ, PSC എഴുതാൻ നോക്കുന്നവർ, SSC എഴുതാൻ നോക്കുന്നവർ, അവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് കാലിക്കറ്റിൻ്റെ MCOM തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. സ്കീം A ഉണ്ട്, സ്കീം B ഉണ്ട്. ഓഫ്ലൈനായിട്ട് അഡ്മിഷൻ ഓൺലൈനായിട്ട് എടുത്തതിന് ശേഷം ഓഫ്ലൈനായിട്ട് ആസ് യൂഷ്വൽ ഡിസ്റ്റൻസിൻ്റെ പോലെ എഴുതുന്നവർക്ക് ഉള്ള ഫീ ഡീറ്റെയിൽസ് ആണ് ആദ്യം പറയുന്നത്. അവർക്ക് ഫസ്റ്റ് സെമസ്റ്റർ അഡ്മിഷൻ എടുക്കുമ്പോൾ 8,400 പ്ലസ് രജിസ്ട്രേഷൻ ഫീസ് 630 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ അഡ്മിഷൻ എടുക്കുമ്പോൾ 9,030 റുപ്പീസ് ഫസ്റ്റ് സെമസ്റ്റർ വരും. SC/ST സ്റ്റുഡൻസിന് 265 രജിസ്ട്രേഷൻ ഫീസ് വരുള്ളൂ. അപ്പോൾ എത്ര വരാം? 9,030 വരും. സെക്കൻഡ് സെമസ്റ്റർ മുതൽ 5,250.
ഞാൻ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ഓൾറെഡി ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫീല് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പിന്നെ സ്കീം ബി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഓൺലൈനാണ്, അപ്പോൾ അതനുസരിച്ച് ഫീ കുറച്ചും കൂടി കൂടുതലാണ്. ഫസ്റ്റ് സെമസ്റ്റർ 9,450 വരുന്നു. അതിൻ്റെ കൂടെ 630 നമുക്ക് രജിസ്ട്രേഷൻ ഫീസും കൂടി ഉണ്ട്. അപ്പോൾ ഒരു 10,000 അടുത്ത് വരും. $850 ആണ് വരുന്നത്. മറ്റു കാര്യങ്ങൾ ഇവിടെ സെക്കൻഡ് സെമസ്റ്റർ മുതൽ 6,300. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും സന്തോഷിക്കേണ്ട കാര്യങ്ങളെന്ന് ഇതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സബ്ജക്ട്സ്, സിലബസ് ഇതൊക്കെ റെഗുലറിൻ്റെ ആണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥാപനം ഓൺലൈനായിട്ട് അഡ്മിഷനും കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അഡ്മിഷൻ എടുക്കാനാണെങ്കിലും കോച്ചിങ്ങിനാണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് ആപ്പിലൂടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. സബ്ജക്റ്റ് വൈസ് വേണ്ടത് മാത്രമായിട്ട് ആക്സസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.